Hi, hello, welcome back to the channel. UGC NET examinde paper 1 topics ആണ് നമ്മൾ ഈ ചാനലിൽ ഡിസ്കസ് ചെയ്യുന്നത്. മാത്തമാറ്റിക്കൽ റീസണിംഗ് ആൻഡ് ആപ്റ്റിറ്റ്യൂഡിലെ കോഡിംഗ് ആൻഡ് റിലേഷൻഷിപ്സിനെ പറ്റിയിട്ടാണ് കഴിഞ്ഞ രണ്ട് വീഡിയോകളിലായിട്ട് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. കോഡിങ്ങിനെ പറ്റിയിട്ടാണ് പഠിച്ചത്. ആൽഫബറ്റിക്കൽ കോഡിംഗ്, ന്യൂമറിക്കൽ കോഡിംഗ്, ആൽഫ ന്യൂമറിക്കൽ കോഡിംഗ് എന്നീ ടോപ്പിക്സ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പഠിക്കുന്നത് റിലേഷൻഷിപ്സിനെ പറ്റിയിട്ടാണ്. ബ്ലഡ് റിലേഷൻസ്. UGC NET എക്സാമിന് മിക്കപ്പോഴും റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ഒരു പാറ്റേൺ ഓഫ് ക്വസ്റ്റ്യൻ ആണ് ബ്ലഡ് റിലേഷൻസ് അഥവാ റിലേഷൻഷിപ്സ് എന്നുള്ളത്. അപ്പം ഈ ഒരു ഏരിയ സ്കിപ്പ് ചെയ്യാതെ പഠിക്കാനേ വേണം. കോഡിങ്ങിന്റെ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിരുന്നു, കോഡിങ്ങും റിലേഷൻഷിപ്പും ഡിറക്ഷനും ഒക്കെ നമ്മൾ എപ്പോഴും അറിഞ്ഞിരിക്കേണ്ട ഒരു പോർഷൻ ആണ്. കാര്യം പലപ്പോഴും നമുക്ക് എളുപ്പത്തിൽ ആൻസേഴ്സ് കണ്ടെത്താൻ സാധിക്കുന്ന, നമുക്ക് ടൈം സേവ് ചെയ്യാൻ നമ്മളെ സഹായിക്കുന്ന പാറ്റേൺ ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് ഈ ഒരു മാത്തമാറ്റിക്കൽ റീസണിംഗ് ആൻഡ് ആപ്റ്റിറ്റ്യൂഡിൽ നിന്ന് പൊതുവെ വന്നു കാണാറുള്ള ക്വസ്റ്റ്യൻസ്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ബ്ലഡ് റിലേഷൻസിൽ വരുന്ന ടൈപ്സ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പം ഇത്തരത്തിൽ ബ്ലഡ് റിലേഷൻസിൽ നിന്ന് അല്ലെങ്കിൽ റിലേഷൻഷിപ്സിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻ്റെ പാറ്റേൺ എന്തായിരിക്കും, ഏതൊക്കെ രീതിയിലാണ് ചോദ്യം ചോദിക്കുക, ഇനി ഈ ഒരു ക്വസ്റ്റ്യൻസ് നമ്മൾ അപ്രോച്ച് ചെയ്യുമ്പോൾ അതിനെന്തെങ്കിലും ട്രിക്സ് ഉണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ടിപ്സ് ഉണ്ടോ, ഇതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഇനി ബ്ലഡ് റിലേഷൻസ് അല്ലെങ്കിൽ റിലേഷൻഷിപ്സിൽ നിന്ന് വരുന്ന ചോദ്യങ്ങളുടെ ഒരു പാറ്റേൺ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. അതായത് കുറച്ച് റിലേഷൻഷിപ്സിനെ പറ്റിയിട്ട് നമുക്ക് ഇൻഫർമേഷൻ തരും. അതായത് നമ്മൾക്ക് തന്നിരിക്കുന്ന ചോദ്യത്തിൽ കുറച്ച് റിലേഷൻഷിപ്സിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളായിരിക്കും പറയുക. എന്നിട്ട് നമ്മളുടെ അടുത്ത് കണ്ടെത്താൻ പറയുന്നതും മറ്റൊരു റിലേഷനെ പറ്റിയിട്ടായിരിക്കും, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു റിലേഷൻ ആരാണ് എന്നുള്ളൊരു കോൺസെപ്റ്റ്. അതായത് ഒരു പെർട്ടിക്കുലർ വ്യക്തിയും മറ്റൊരു പെർട്ടിക്കുലർ വ്യക്തിയുമായിട്ടുള്ള റിലേഷൻ എന്താണ്. അപ്പൊ ഈ ഒരു റിലേഷൻ കണ്ടെത്താൻ ഓൾറെഡി നിങ്ങൾക്കൊരു സെറ്റ് ഓഫ് ഡേറ്റ തന്നിട്ടുണ്ടാവും. അതായത് ഒരു പെർട്ടിക്കുലർ ഫാമിലിനെ പറ്റിയിട്ട് സംസാരിക്കുന്നു, ആ ഫാമിലിയിലുള്ള പല ആളുകളും തമ്മിലുള്ള റിലേഷൻസിനെ പറ്റിയിട്ട് ആദ്യം തന്നെ നിങ്ങൾക്ക് ഒരു ഐഡിയ തരുന്നു. എന്നിട്ട് ക്ലിയർ ആയിട്ടുള്ള എന്താ പറയുക ഹിൻസും അല്ലെങ്കിൽ ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് ഈ ഒരു പെർട്ടിക്കുലർ ആൻസറിലേക്ക് എത്താനുള്ള എല്ലാ വഴികളും ആ ഒരു ക്വസ്റ്റ്യനിൽ തന്നെ ഉണ്ടാവും. അപ്പം നമുക്ക് പുറത്തുനിന്ന് വേറെ ആലോചിച്ച് കണ്ടെത്തേണ്ട കാര്യമൊന്നുമില്ല. ഈ ക്വസ്റ്റ്യൻ ഒന്ന് പ്രോപ്പറായിട്ട് അനലൈസ് ചെയ്ത് മനസ്സിലാക്കി ഒന്ന് എഴുതിയെടുത്താൽ തന്നെ നമുക്ക് ഈ ഒരു ഭാഗത്തുനിന്ന് വരുന്ന ചോദ്യങ്ങൾ എളുപ്പത്തിൽ ആൻസർ ചെയ്യാൻ പറ്റും. ബ്ലഡ് റിലേഷൻസിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരുമ്പോൾ അതിനെ അപ്രോച്ച് ചെയ്യാൻ അല്ലെങ്കിൽ അതിനെ ആൻസർ ചെയ്യാനായിട്ട് കുറച്ച് ട്രിക്സ് ഉണ്ട്. അതിൽ ആദ്യത്തേത്, നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിൽ എത്ര ജനറേഷൻ ഓഫ് ആളുകളെ പറ്റിയിട്ട് പറയുന്നുണ്ടെന്ന് നമ്മൾ കണ്ടെത്തണം. അപ്പം ഈ ഒരു ജനറേഷനെ പറ്റിയിട്ടൊക്കെ ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് പറയാം. പക്ഷെ അതിന് മുമ്പ് ഞാൻ നിങ്ങൾക്കൊരു ചെറിയൊരു ഐഡിയ തരികയാണ്. അതായത് ബ്ലഡ് റിലേഷൻസിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരികയാണെങ്കിൽ ആ ക്വസ്റ്റ്യനെ എങ്ങനെ അപ്രോച്ച് ചെയ്യണം എന്നുള്ളത്. അപ്പം അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് ആ ക്വസ്റ്റ്യനിൽ എത്ര ജനറേഷൻ ഓഫ് ആളുകളെ പറ്റി പറയുന്നുണ്ട്. സണ്ണിനെ പറ്റി പറയുന്നുണ്ടാവും, ചിലപ്പോൾ ഫാദറിനെ പറ്റി പറയുന്നുണ്ടാവും, ഗ്രാൻഡ് ഫാദറിനെ പറ്റി പറയുന്നുണ്ടാവും, ഇത്തരത്തിൽ 3 ജനറേഷനിലുള്ള ആളുകളെ പറ്റിയിട്ടൊക്കെ പറയുന്നുണ്ടാവും. അപ്പം നമ്മളുടെ ചോദ്യത്തിൽ എത്ര ജനറേഷൻസിനെ പറ്റി പറയുന്നുണ്ടെന്ന് ആദ്യം മനസ്സിലാക്കണം. എന്നിട്ട് നമ്മൾ ക്ലിയർ ആയിട്ട് ഒരു ഫാമിലി ട്രീ ഉണ്ടാക്കണം. അത് ഞാൻ പറഞ്ഞു തരാം. അപ്പം ഈ ഫാമിലി ട്രീ ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുകയാണെങ്കിൽ, അതായത് ക്ലിയർ ആയിട്ട് ഓരോ പൊസിഷനിലും ആര് വരുന്നു, ആരുമായിട്ട് എങ്ങനെ റിലേറ്റ് ചെയ്യുന്നു എന്നുള്ളൊരു ക്ലിയർ കട്ട് ഫാമിലി ട്രീ വരയ്ക്കുകയാണെങ്കിൽ നമ്മളുടെ പകുതി പണി കഴിഞ്ഞു. ഇനി ഈ ഫാമിലി ട്രീ വരയ്ക്കുമ്പോൾ ചില സിമ്പിൾസ് യൂസ് ചെയ്തിട്ട് നിങ്ങൾ ഡിനോട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, അതായത് മാരീഡ് കപ്പിൾസിന് ക്രോസോ അല്ലെങ്കിൽ പ്ലസ് സൈനോ അങ്ങനെ എന്തെങ്കിലും ഇടുക, സിബ്ലിങ്സിന് ഒരു ഹൈഫൻ ഇടുക അല്ലെങ്കിൽ ഒരു ആരോ മാർക്ക് ഇടുക, ഇങ്ങനെ നിങ്ങൾക്ക് ഈ റിലേഷൻസ് കാണിക്കാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് സിമ്പിൾസ് ഉണ്ട്. അത് യൂസ് ചെയ്ത് ഈ ഫാമിലി ട്രീ വരയ്ക്കുമ്പോൾ തന്നെ ഇത്തരത്തിൽ സിമ്പിൾസ് യൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മളുടെ പണി കുറച്ചുകൂടി എളുപ്പമാണ്. അതുപോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഫാമിലി ട്രീ വരയ്ക്കുന്ന സമയത്ത് നമ്മൾ തന്നിരിക്കുന്ന ഓരോ ആളുകളുടെയും, അതായത് ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്ന വ്യക്തികളുടെ ജെൻഡർ മെൻഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ, പലപ്പോഴും ഇൻഡയറക്റ്റ് ആയിട്ടായിരിക്കും പറയുന്നുണ്ടാവുക. അപ്പം നമ്മളുടെ തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിലുള്ള ആളുകളുടെ ജെൻഡർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, മെൻഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് ക്ലിയർ ആയിട്ട് തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിൽ നിന്ന് ഒരു പർട്ടിക്കുലർ വ്യക്തിയുടെ ജെൻഡർ നമുക്ക് ഊഹിച്ചെടുക്കാമെങ്കിൽ നിങ്ങൾ ഈ ഒരു ഫാമിലി ട്രീ വരയ്ക്കുന്ന സമയത്ത് ഓരോ ആളുകളുടെയും ജെൻഡറും കൂടി അതിൻ്റെ ഇടയിൽ മെൻഷൻ ചെയ്യുന്നത് നല്ലതായിരിക്കും. കാര്യം പലപ്പോഴും നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ്റെ
നമ്മൾക്ക് തന്നിരിക്കുന്ന നമ്മൾ കണ്ടെത്താൻ പറയുന്ന ക്വസ്റ്റ്യൻ ഉണ്ടല്ലോ, ആ ക്വസ്റ്റ്യൻ നമ്മൾ ആൻസർ ചെയ്യുന്ന സമയത്തേക്ക് പലപ്പോഴും നമ്മൾ ജെൻഡർ അറിഞ്ഞിരുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് തെറ്റ് പറ്റാൻ ചാൻസ് ഉണ്ട്. അപ്പം ഈ ജെൻഡർ മാർക്ക് ചെയ്യുന്നത് കൊണ്ട് എന്താണ്, നിങ്ങളുടെ പണി എളുപ്പമാക്കുന്നു എന്നതിനേക്കാൾ ഉപരി നിങ്ങൾ വളരെ കറക്റ്റ് ആയിട്ടുള്ള ആക്യുറേറ്റ് ആയിട്ടുള്ള ഒരു ആൻസറിലേക്ക് എത്തിച്ചേരാൻ സഹായിക്കുന്നു എന്നുള്ളതാണ്. അപ്പം ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഞാനൊന്ന് ഡീറ്റെയിൽ ചെയ്യാണ്. നമുക്ക് ആദ്യം തന്നെ എങ്ങനെയാണ് ഈ ഒരു റിലേഷൻഷിപ്സ് ഉള്ളത്, അതായത് നമ്മൾക്ക് ഈ ഒരു UGC നെറ്റ് എക്സാമിന് പൊതുവെ ചോദിച്ച് കാണുന്ന റിലേഷൻഷിപ്സ് ഏതൊക്കെയാണ്, എന്തൊക്കെ തരത്തിലുള്ള റിലേഷൻസ് ആണ് ഉള്ളതെന്ന് നമുക്ക് ആദ്യം തന്നെ നോക്കാം. ഓക്കെ, അപ്പം നമ്മൾ ബ്ലഡ് റിലേഷൻസിൽ വരുന്ന ടൈപ്സ് ഓഫ് റിലേഷൻഷിപ്സ് ആണ് നോക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞിരുന്നു, അതായത് ഈ ഒരു ബ്ലഡ് റിലേഷൻസിൽ പൊതുവെ പല ലെവൽസ് ഓഫ് ജനറേഷൻസ് ഉണ്ടെന്ന് പറഞ്ഞിരുന്നു അല്ലെ. പൊതുവെ നമ്മളുടെ ഈ ഒരു ബ്ലഡ് റിലേഷൻസിൽ ചോദിച്ച് കാണാറുള്ളത് 3 ജനറേഷൻസ് ആണ്. ഫസ്റ്റ് ജനറേഷൻ, സെക്കൻഡ് ജനറേഷൻ ആൻഡ് തേർഡ് ജനറേഷൻ. ഇങ്ങനെ 3 ജനറേഷൻസ് ആണ് ചോദിച്ച് കാണാറുള്ളത്. അപ്പം ഈ ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് വരുന്ന സമയത്ത് ഇതിന് ഒന്ന് എളുപ്പത്തിൽ നിങ്ങൾക്ക് ഒന്ന് അനലൈസ് ചെയ്യണം, അല്ലെങ്കിൽ എളുപ്പത്തിൽ ആ ഒരു ക്വസ്റ്റ്യൻ ഒന്ന് മനസ്സിലാക്കി എടുക്കണം എന്നുണ്ടെങ്കിൽ അതിനൊരു ട്രിക്ക് ഉണ്ട്. അതായത് ഈ തേർഡ് ജനറേഷനിൽ വരുന്ന ആൾക്കാരുണ്ടല്ലോ, അത് നിങ്ങളാണെന്ന് സങ്കല്പിക്കുക. പൊതുവെ ഈ ഒരു തേർഡ് ജനറേഷനിൽ വരുന്നത് സൺ ഡോട്ടർ എന്നൊക്കെ പറയുന്ന റിലേഷൻസ് ആണ്. സൺ ഡോട്ടർ. ഓക്കെ, അപ്പം ഇത് നിങ്ങളാണെന്ന് വിചാരിച്ചു കഴിഞ്ഞിട്ട് ബാക്കിയുള്ള റിലേഷൻസ് നിങ്ങൾ നിങ്ങളുടെ തന്നെ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള റിലേഷൻസ് വെച്ചിട്ട് ഒന്ന് കമ്പയർ ചെയ്താൽ മതി. ഇപ്പം ഇത് ബി ആണെങ്കിൽ ബി ഈസ് എ സൺ എന്ന് പറയാണ്. അപ്പൊ എ എന്ന് പറയുന്നത് ഫാദർ ആയിരിക്കും. ഇനി എയുടെ സിസ്റ്റർ ആണ് ഡി എന്ന് പറയും. അപ്പം എയുടെ സിസ്റ്റർ എന്ന് പറഞ്ഞാൽ ഈ ബി എന്ന് പറയുന്ന സണ്ണിന്റെ ഫാദറിന്റെ സിസ്റ്റർ ആണ്, അതായത് പാറ്റേണൽ ആണ്ട് ആയിരിക്കും. അപ്പം ആന്റി ആയിരിക്കും. അപ്പം എന്താണ്, നിങ്ങളുടെ തന്നെ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ആയിട്ട് അതൊന്ന് കമ്പയർ ചെയ്യുക. അപ്പം ഇത് എൻ്റെ അച്ഛനാണ്, അച്ഛൻ്റെ പെങ്ങളാണ്, അങ്ങനെയുള്ള എന്താണ് ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള റിലേഷൻഷിപ്സ് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് അനലൈസ് ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് ആ ഒരു ക്വസ്റ്റ്യനെ നിങ്ങൾക്ക് മനസ്സിലാക്കി എടുക്കാൻ സാധിക്കും. ഓക്കെ, അപ്പൊ തേർഡ് ജനറേഷൻ എന്ന് പറയുന്നതായിരിക്കും നമ്മളുടെ യംഗസ്റ്റ് ജനറേഷൻ. ഏറ്റവും യങ്ങർ ആയിട്ടുള്ള ജനറേഷൻ ആയിരിക്കും തേർഡ് ജനറേഷൻ. ആൻഡ് നേരത്തെ പറഞ്ഞ പോലെ തേർഡ് ജനറേഷനിലുള്ള ആളുകൾ നിങ്ങളാണെന്ന് സങ്കല്പിക്കുക. ചിലപ്പോൾ നിങ്ങളൊരു സൺ ആയിരിക്കാം, ഡോട്ടർ ആയിരിക്കാം. അപ്പം നിങ്ങളാണെന്ന് സങ്കല്പിച്ചിട്ട് നിങ്ങൾ ബാക്കിയുള്ള ആ ഒരു ഫാമിലി ട്രീ ഒന്ന് വരച്ചെടുക്കുക. ഇതാണ് ഏറ്റവും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം. ഇനി ഈ സൺ ആൻഡ് ഡോട്ടർ ഉണ്ട്, അവർക്ക് ഒബ്വിയസ്ലി പേരൻസ് ഉണ്ടാവും അല്ലെ. അവര് സെക്കൻഡ് ജനറേഷനിൽ വരുന്ന ആൾക്കാരായിരിക്കും. ഫാദർ ഉണ്ടാവും, മദർ ഉണ്ടാവും. ഇത് സെക്കൻഡ് ജനറേഷനിൽ വരുന്ന ആൾക്കാരാണ്. ഇനി ഫാദറിന്റെ പേരൻസ് ഉണ്ടാവും അല്ലെ. ഗ്രാൻഡ് ഫാദർ ഉണ്ടാവും, ഗ്രാൻഡ് മദർ ഉണ്ടാവും. അതുപോലെ തന്നെ മദറിനും പേരൻസ് ഉണ്ടാവും. ഗ്രാൻഡ് ഫാദർ ഉണ്ടാവും, അതായത് മെറ്റേണൽ ഗ്രാൻഡ് ഫാദറും ഉണ്ടാവും, മെറ്റേണൽ ഗ്രാൻഡ് മദറും ഉണ്ടാവും. നിങ്ങൾക്കൊരു കാര്യം മനസ്സിലായി, ഫാദറിന്റെ സൈഡിൽ നിന്ന് വരുന്ന റിലേഷൻസിനെ പാറ്റേണൽ എന്നും മദറിന്റെ സൈഡിൽ വരുന്നത് മെറ്റേണൽ എന്നും ആണ് നമ്മൾ പറയുക പൊതുവെ. ഓക്കെ, സോ പാറ്റേണൽ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഫാദറിന്റെ സൈഡിൽ വരുന്ന റിലേഷൻസ്, ഫാദറിന്റെ സിസ്റ്റർ ആവും, ഫാദറിന്റെ ബ്രദർ ആവും, ഫാദറിന്റെ ഫാദർ ആവും. അതുപോലെ തന്നെ ഈ സൈഡിൽ മദറിന്റെ സൈഡിൽ വരുന്നതാണ് മെറ്റേണൽ റിലേഷൻഷിപ്സ്, മെറ്റേണൽ അങ്കിള്, മെറ്റേണൽ ആന്റി എന്നൊക്കെ പറയുന്നത്. ഓക്കെ, അപ്പൊ ഇതാണ് ഏറ്റവും ബേസിക് ആയിട്ട് വരുന്ന ഒരു ഫാമിലി ട്രീ ആണ്. ഇനി ഇതിൽ നിന്ന് നമുക്ക് ബിൽഡ് ചെയ്തെടുക്കാൻ പറ്റും റിലേഷൻസ്. അതായത് ഇപ്പം നിങ്ങളുടെ അമ്മയ്ക്ക് ഒരു സഹോദരൻ ഉണ്ടെന്ന് വിചാരിക്കുക, അത് നിങ്ങളുടെ മെറ്റേണൽ അങ്കിൾ ആയിരിക്കും. ഓക്കെ, അതുപോലെ തന്നെ ഈ അങ്കിളിന് ഒരു വൈഫ് ഉണ്ടെങ്കിൽ അത് മെറ്റേണൽ ആന്റി ആയിരിക്കും. ഓക്കെ, മെറ്റേണൽ ആന്റി ആയിരിക്കും. അതുപോലെ തന്നെ ഫാദറിന്റെ സൈഡിലും ചിലപ്പോൾ ഒരു സിസ്റ്റർ ഉണ്ടെങ്കിൽ നിങ്ങൾ പറ്റേണൽ ആന്റി വരും, അതുപോലെ തന്നെ പറ്റേണൽ അങ്കിൾ വരും. ഇനി ഈ അങ്കിളിനും ആന്റിക്കും മക്കളും ഉണ്ടാവും അല്ലെ. അവർ നമ്മളുടെ ആരായിട്ടാ വരിക? കസിൻ ആയിട്ടാ വരിക. ആന്റിയുടെ മകൾ അല്ലെങ്കിൽ മകൻ, വലിയച്ഛന്റെ മക്കള്, ചെറിയച്ഛന്റെ മക്കള്, ഇവരെല്ലാവരും ആരാണ്? കസിൻസ് ആണ്, നമ്മളുടെ കസിൻസ് ആണ്. അപ്പം ഇങ്ങനെയാണ് നമ്മൾക്ക് ബേസിക് ആയിട്ടുള്ള ഒരു ഫാമിലി ട്രീ ഉണ്ടാവുന്നത്.
അപ്പൊ നമ്മളുടെ ബേസിക് ആയിട്ടുള്ള ഫാമിലി ട്രീ ഇങ്ങനെയാണ് വരാന്ന് പറഞ്ഞു. ഇത് തേർഡ് ജനറേഷൻ ആണ്. തേർഡ് ജനറേഷനിൽ പൊതുവെ കാണാറുള്ളത് സൺ, ഡോട്ടർ, അതുപോലെ കസിൻ എന്ന് പറയുന്ന റിലേഷൻസ് ആണ്. അതുപോലെ സെക്കൻഡ് ജനറേഷനിൽ വരുന്ന ആൾക്കാര് ഫാദർ, മദർ, പിന്നെ പറ്റേണൽ അങ്കിള്, പറ്റേണൽ ആണ്ട്, മറ്റേണൽ അങ്കിള്, മറ്റേണൽ ആണ്ട്. അതുപോലെ തന്നെ മേളില് തേർഡ് അല്ല ഫസ്റ്റ് ജനറേഷൻ എന്ന് പറയുന്ന ആൾക്കാര് ഗ്രാൻഡ് പേരൻസ് ആയിരിക്കും. അത് പറ്റേണൽ ഗ്രാൻഡ് പേരൻസും ഉണ്ടാവും, മറ്റേണൽ ഗ്രാൻഡ് പേരൻസും ഉണ്ടാവും. ഇതാണ് നമ്മളുടെ ബേസിക് ആയിട്ട് വരുന്ന റിലേഷൻസ്. ഇനി ഈ റിലേഷന്റെ ഇടയിൽ തന്നെ നമ്മൾക്ക് വേറെ പല റിലേഷൻഷിപ്സ് കാണാൻ സാധിക്കും. ഫോർ എക്സാമ്പിൾ ഇപ്പൊ നമ്മൾ കസിൻ എന്ന് പറഞ്ഞതുപോലെ തന്നെ ഈ ഡോട്ടറും അങ്കിളും തമ്മിലുള്ള റിലേഷൻ നോക്കുകയാണ്. അങ്കിൾ അല്ലെങ്കിൽ ഈ ആൻഡ് എന്ന് പറയുന്ന ആളുമായിട്ടുള്ള റിലേഷൻ നോക്കുമ്പോൾ നമുക്ക് ആരാണ് ഇവര്? മറ്റേണൽ അങ്കിളും മറ്റേണൽ ആന്റിയാണ്. ഈ ഡോട്ടർ നമ്മളാണെന്ന് വിചാരിക്കുകയാണെങ്കിൽ നമ്മളുടെ അങ്കിള് മറ്റേണൽ അങ്കിളും മറ്റേണൽ ആന്റി ആണെന്ന് നമുക്കറിയാം. ഇനി അത് നമുക്കാണ്, അത് ഡോട്ടറിനും അങ്കിളിനോടുള്ള റിലേഷൻ ആണ് പറയുന്നത്. തിരിച്ചുള്ള ഒരു റിലേഷൻ ഉണ്ടാവും അല്ലെ? അങ്കിളിനും ഈ ആന്റിക്കും നിങ്ങൾ ആരായിരിക്കും? ഇത് ഡോട്ടർ ആയതുകൊണ്ട് തന്നെ ഗേൾ ആണല്ലോ, അതുകൊണ്ട് എന്താണ് അങ്കിളിന്റെയും ആന്റിയുടെയും നീസ് ആയിരിക്കും നമ്മൾ, നീസ്. ഓക്കെ. ഇനി ഇവരുടെ ആരായിരിക്കും നിങ്ങളുടെ ബ്രദർ എന്ന് പറയുന്ന ആള്? ഇത് മെയിൽ ആണ് അല്ലെ? അപ്പോ മെയിൽ തിരിച്ചങ്ങോട്ട് അങ്കിൾ തന്നെയാണ്, മറ്റേണൽ അങ്കിളും മറ്റേണൽ ആന്റിയാണ്. പക്ഷെ അവർക്ക് നമ്മൾ ആരായിരിക്കും? മെയിൽ ആണെങ്കിൽ നെവ്യൂ ആയിരിക്കും. ഓക്കെ, നെവ്യൂ ആയിരിക്കും. ഇനി ഇതേ റിലേഷൻഷിപ്പ് തന്നെയാണ് ഇവിടെ നിന്നും. ഈ ആന്റിക്കും അങ്കിളും നിങ്ങൾ ബോയ് ആണെങ്കിൽ നെവ്യൂ ആയിരിക്കും, ഗേൾ ആണെങ്കിൽ നീസ് ആയിരിക്കും. ഇതേ റിലേഷൻഷിപ്പ് ആയിരിക്കും നിങ്ങളുടെ കസിനും നിങ്ങളുടെ പേരൻസും തമ്മിൽ. നീസും നെവ്യൂം ആയിട്ടുള്ള റിലേഷൻസ് ആയിരിക്കും. ഇദ്ദേഹത്തിന് നിങ്ങളുടെ ഫാദർ പറ്റേണൽ അങ്കിൾ ആയിരിക്കും. നിങ്ങളുടെ മദർ ആരായിരിക്കും? പറ്റേണൽ ആണ്ടായിരിക്കും. അവർക്ക് തിരിച്ച് ഈ കുട്ടി ആരായിരിക്കും? ഇത് ബോയ് ആണെങ്കിൽ നെവ്യൂ ആയിരിക്കും, ഗേൾ ആണെങ്കിൽ നീസ് ആയിരിക്കും. ഇനി ഇതാണ് തേർഡ് ലെവലിൽ വരുന്ന റിലേഷൻസ്, അതായത് തേർഡ് ജനറേഷനിൽ വരുന്ന റിലേഷൻസ് വെൻ കമ്പയർഡ് ടു ദ സെക്കൻഡ് ജനറേഷൻ. ഇനി സെക്കൻഡ് ജനറേഷനിൽ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും റിലേഷൻസ് വരാറുണ്ട് പൊതുവെ. ഇപ്പം ഫാദറിന്റെ സിസ്റ്റർ ഉണ്ടെന്ന് പറഞ്ഞു അല്ലെ, പറ്റേണൽ ആണ്ട് അല്ലെങ്കിൽ പറ്റേണൽ ആന്റി ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഈ പറ്റേണൽ ആന്റിയുടെ ഹസ്ബൻഡ് ഉണ്ട്, നമ്മുടെ അങ്കിള്, പറ്റേണൽ അങ്കിളും നിങ്ങളുടെ ഫാദറും തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്തായിരിക്കും? അളിയന്മാരാണ് അല്ലെ മലയാളത്തിൽ പറഞ്ഞ. അപ്പൊ ബ്രദർ ഇൻ ലോ ആണ്. അളിയൻ എന്ന് പറഞ്ഞ ബ്രദർ ഇൻ ലോ ആണ് അല്ലെ. ഇനി ഈ ആന്റിയും നിങ്ങളുടെ അമ്മയും തമ്മിലുള്ള റിലേഷൻ എന്തായിരിക്കും? സിസ് ഇൻ ലോ ആയിരിക്കും. നാത്തൂൻ എന്നൊക്കെ പറയുന്ന പോലെ സിസ് ഇൻ ലോ ആയിരിക്കും, സിസ്റ്റർ ഇൻ ലോ. ഇനി നോക്കാം, അങ്കിളിന് മദറായിട്ടുള്ള റിലേഷൻ എന്തായിരിക്കും? അങ്കിളിന് മദറായിട്ട് എന്ന് പറയുമ്പോൾ മദർ ഇവിടെ ഫീമെയിൽ ആണ്, അതുകൊണ്ട് ആൻസർ എന്തായിരിക്കും? സിസ്റ്റർ ഇൻ ലോ ആയിരിക്കും. തിരിച്ച് മദറിന് ബ്രദർ, ഈ ഒരു അങ്കിൾ ആരായിരിക്കും? അങ്കിള് മെയിലാണ്, അതുകൊണ്ട് ബ്രദർ ഇൻ ലോ ആയിരിക്കും. അപ്പം അമ്മ സിസ്റ്റർ ഇൻ ലോയും അങ്കിള് ബ്രദർ ഇൻ ലോ ആയിരിക്കും. ഇതേ പാറ്റേൺ തന്നെയാണ് എവിടെയും വരുന്നത്. ഈ അമ്മയുടെ ആങ്ങളെയാണ്, അപ്പൊ അമ്മയുടെ ആങ്ങള നിങ്ങളുടെ ഫാദറിന്റെ ബ്രദർ ഇൻ ലോ ആയിരിക്കും, അമ്മയുടെ ആങ്ങളയുടെ ഭാര്യ ഫാദറിന്റെ സിസ്റ്റർ ഇൻ ലോ ആയിരിക്കും, തിരിച്ചും. അപ്പൊ ഇതാണ് നമ്മൾ സെക്കൻഡ് ജനറേഷനിൽ പൊതുവെ ചോദിച്ചു കാണാറുള്ള റിലേഷൻഷിപ്സ്. നേരത്തെ ഞാൻ പറഞ്ഞിരുന്നു, അതായത് നമ്മൾ ഒരു ക്വസ്റ്റ്യൻ കിട്ടുമ്പോൾ അതിൽ ജെൻഡർ വളരെ ഇമ്പോർട്ടന്റ് ആണെന്ന് പറഞ്ഞിരുന്നു. അത് ഇവിടെയാണ് ഏറ്റവും കൂടുതൽ ആപ്ലിക്കബിൾ ആവുന്നത്. അതായത് ക്വസ്റ്റ്യനിൽ ഹൗ ഇസ് മദർ റിലേറ്റഡ് ടു അങ്കിൾ എന്ന് പറഞ്ഞിട്ടൊരു ക്വസ്റ്റ്യൻ വരും. അമ്മ അങ്കിളിന്റെ ആരായിട്ട് വരും. അപ്പൊ നമുക്ക് അങ്ങനത്തെ ക്വസ്റ്റ്യൻ കാണുമ്പോൾ പൊതുവെ ഇച്ചിരി എന്താണ്, പെട്ടെന്ന് ചാടി ഉത്തരം കണ്ടുപിടിക്കാനുള്ള ഒരു ഇതുണ്ടാവും. അതായത് പെട്ടെന്ന് തന്നെ മദറും ബ്രദറും തമ്മിലുള്ള റിലേഷൻ അല്ലേ, സോ അത് ബ്രദർ ഇൻ ലോ ആണെന്ന് തോന്നും. അങ്ങനെ നമ്മൾ ബ്രദർ ഇൻ ലോ ആണെന്ന് ഇന്ററാക്ട് ചെയ്യും, അത് തെറ്റായിരിക്കും. അങ്ങനെ ഒരു ബ്രദർ ഇൻ ലോ, ഇപ്പൊ ആൻസർ സിസ്റ്റർ ഇൻ ലോ ആണെങ്കിൽ ഒബ്വിയസ്ലി നമ്മളുടെ ഓപ്ഷൻസിൽ ബ്രദർ ഇൻ ലോ എന്തായാലും കാണും. അപ്പൊ ആ ബ്രദർ ഇൻ ലോ കാണുന്ന ആവശ്യം തന്നെ നമുക്ക് എന്താണ് ഓട്ടോമാറ്റിക്കലി തോന്നുമായിരിക്കും, അതായത് അങ്കിൾ ആൻഡ് മദറിന്റെ റിലേഷൻ എന്ന് പറയുന്നത് ബ്രദർ ഇൻ ലോ ആണെന്ന്. പക്ഷെ ചോദ്യം എപ്പോഴും ശ്രദ്ധിക്കുക, അതുപോലെ തന്നെ ഈ ജെൻഡർ മാർക്ക് ചെയ്ത് വെക്കുന്നതോട് കൂടി നമ്മളിപ്പം അങ്കിൾ ടു അമ്മ എന്ന് നോക്കുമ്പോൾ തന്നെ ഇവിടെ എഫ് കാണുകയും, അപ്പൊ അവിടെ എഫ് എന്ന് പറയുമ്പോൾ ഒരു ഫീമെയിൽ റിലേറ്റഡ് ആയിട്ടുള്ള
ടേം ആയിരിക്കും വരിക എന്നുള്ളത് നമ്മളുടെ മനസ്സിലേക്ക് ഓർമ്മ വരും. അതുകൊണ്ടാണ് ഈ ഒരു ജെൻഡർ മെൻഷൻ ചെയ്യാനായിട്ട് ഞാൻ പറഞ്ഞത്. ഓക്കെ, അപ്പൊ ഇതാണ് സെക്കൻഡ് ലെവലിൽ വരുന്ന റിലേഷൻസ്. ഓക്കെ, ബ്രദർ ഇൻ ലോ, സിസ്റ്റർ ഇൻ ലോ എന്നൊക്കെ പറയുന്നത്. ഇനി ഈ ഫസ്റ്റ് ജനറേഷൻ ആൾക്കാരുണ്ടല്ലോ, ഗ്രാൻഡ് പേരൻസ് ഉണ്ടല്ലോ, ഈ ഗ്രാൻഡ് പേരൻസും സെക്കൻഡ് ജനറേഷനും തമ്മിൽ എന്തെങ്കിലും ബന്ധം ഉണ്ടാവുമല്ലേ? ഒബ്വിയസ്ലി ഇവരുടെ ഇപ്പൊ പറ്റേണൽ ഗ്രാൻഡ് പേരൻസിന്റെ മകനാണ് നിങ്ങളുടെ ഫാദർ എന്ന് പറഞ്ഞു. അപ്പൊ ഫാദറിന്റെ വൈഫ്, അതായത് നിങ്ങളുടെ മദർ എന്ന് പറയുന്ന ആള് ഈ പറ്റേണൽ ഗ്രാൻഡ് പേരൻസിന്റെ ആരായിരിക്കും? ഡോട്ടർ ഇൻ ലോ ആയിരിക്കും അല്ലെ? അതേപോലെ മറ്റേണൽ ഗ്രാൻഡ് പേരൻസിന്റെ സൺ ഇൻ ലോ ആയിരിക്കും നിങ്ങളുടെ അച്ഛൻ എന്ന് പറയുന്നത്. ഇനി തിരിച്ചാണെങ്കിലോ, മദറിന്റെ ഫാദർ ഇൻ ലോ ആയിരിക്കും നിങ്ങളുടെ ഫാദറിന്റെ അച്ഛൻ, മദർ ഇൻ ലോ ആയിരിക്കും നിങ്ങളുടെ അച്ഛന്റെ അമ്മ എന്ന് പറയുന്നത്. തിരിച്ചും അങ്ങനെ തന്നെയാണ്. അതായത് ഇവരുടെ ഈ ഗ്രാൻഡ് പേരൻസിന്റെ സൺ ഇൻ ലോ ആണ് ഈ ഫാദർ എന്ന് പറഞ്ഞല്ലോ. അപ്പൊ ഫാദറിന്റെ ഫാദർ ഇൻ ലോ മദറിന്റെ ഫാദർ ആയിരിക്കും, ഫാദറിന്റെ മദർ ഇൻ ലോ മദറിന്റെ മദർ ആയിരിക്കും. ഓക്കെ, അപ്പൊ ഇതാണ് അതിൽ വരുന്ന റിലേഷൻസ്. ഈ ഫസ്റ്റ് ജനറേഷൻ, അതായത് ഗ്രാൻഡ് പേരൻസും നിങ്ങളുടെ ഈ ഫാദർ മദർ അങ്കിൾ എന്നൊക്കെ പറയുന്ന ആൾക്കാരുടെ റിലേഷൻസ് അങ്ങനെ വരിക. ഇവിടെ നോക്കിയാലും കാണാൻ പറ്റും. അതായത് മറ്റേണൽ ഗ്രാൻഡ് പേരൻസിന്റെ മകനാണ് നിങ്ങളുടെ അങ്കിൾ എന്ന് പറഞ്ഞു. അപ്പൊ അവരുടെ ഡോട്ടർ ഇൻ ലോ ആയിരിക്കും നിങ്ങളുടെ ആന്റി, ഡോട്ടർ ഇൻ ലോ ആയിരിക്കും. ഇവിടെ അങ്ങനെ തന്നെ. അതായത് ഈ ഗ്രാൻഡ് പേരൻസിന്റെ പറ്റേണൽ ഗ്രാൻഡ് പേരൻസിന്റെ മകളാണ് നിങ്ങളുടെ ആന്റി. അങ്ങനെയാണെങ്കിൽ അങ്കിൾ ആരായിരിക്കും? അവരുടെ സൺ ഇൻ ലോ ആയിരിക്കും. ഓക്കെ, ഇനി വരുന്ന മറ്റൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ആണ് ഗ്രാൻഡ് ചിൽഡ്രൻ. അപ്പൊ ഗ്രാൻഡ് ചിൽഡ്രൻ എന്ന് പറയുമ്പോൾ സണ്ണും ഡോട്ടറും അല്ലെ? അതായത് ഈ പറയുന്ന പറ്റേണൽ ഗ്രാൻഡ് പേരൻസിന്റെ അല്ലെങ്കിൽ മറ്റേണൽ ഗ്രാൻഡ് പേരൻസിന്റെ ഗ്രാൻഡ് ചിൽഡ്രൻ എന്ന് പറഞ്ഞാൽ ആരാണ്? ഈ സണ്ണും ഡോട്ടറും ആണ് അല്ലെ? അങ്ങനെയാണെങ്കിൽ തെറ്റാണ്. കാര്യം ഈ ഗ്രാൻഡ് പേരൻസിന്, മറ്റേണൽ ഗ്രാൻഡ് പേരൻസിന്റെ ഗ്രാൻഡ് ചിൽഡ്രൻ എന്ന് പറഞ്ഞാൽ ഈ സണ്ണും ഈ ഡോട്ടറും മാത്രമല്ല, നിങ്ങളുടെ കസിനും ഇൻക്ലൂഡഡ് ആണ്. ഇവിടെ പറ്റേണൽ റിലേഷൻസിലാണെങ്കിൽ പറ്റേണൽ ഗ്രാൻഡ് പേരൻസിന്റെ ഗ്രാൻഡ് ചിൽഡ്രൻ എന്ന് പറഞ്ഞാൽ ഈ സണ്ണും ഡോട്ടറും, അതുപോലെ തന്നെ നിങ്ങളുടെ പറ്റേണൽ സൈഡിൽ നിന്ന് വരുന്ന കസിൻസും ഇവരുടെ ഗ്രാൻഡ് ചിൽഡ്രൻ ആയിരിക്കും. ഇതാണ് നമുക്ക് ബേസിക്കലി നമ്മളുടെ ഈ ഒരു ബ്ലഡ് റിലേഷൻസിൽ ചോദിച്ചു കാണാറുള്ള റിലേഷൻ ടൈപ്സ്. ഏതൊക്കെയാണ്? സൺ, ഡോട്ടർ, ഫാദർ, മദർ, അങ്കിൾ, ആന്റ്, ഗ്രാൻഡ് ഫാദർ, ഗ്രാൻഡ് മദർ. പിന്നെ വരുന്ന ഏതൊക്കെയാണ്? സൺ ഇൻ ലോ, ഡോട്ടർ ഇൻ ലോ, ഫാദർ ഇൻ ലോ, മദർ ഇൻ ലോ, ബ്രദർ ഇൻ ലോ, സിസ്റ്റർ ഇൻ ലോ, നെവ്യൂ, നീസ്. അപ്പൊ ഇതൊക്കെയാണ് നമ്മൾക്ക് ഈ ഒരു ബ്ലഡ് റിലേഷൻസിൽ പൊതുവെ ചോദിച്ചു കാണാറുള്ള ടൈപ്സ് ഓഫ് റിലേഷൻസ്. അപ്പൊ ഇങ്ങനെ വരച്ചു കഴിഞ്ഞപ്പോ നിങ്ങൾക്ക് മനസ്സിലായി എങ്ങനെയാണ് ഈ ഒരു ഫാമിലി ട്രീ എങ്ങനെ വരയ്ക്കുന്നതെന്ന് മനസ്സിലായില്ലേ? ആദ്യമേ തന്നെ നമ്മൾ ഒരു ലെയർ വരുന്നു, അതായത് യങ്ങർ ആയിട്ടുള്ള ആൾക്കാരെ നമ്മൾ എഴുതി വെക്കുന്നു, എന്നിട്ട് അവരുമായിട്ടുള്ള റിലേഷൻസ് നമ്മളിങ്ങനെ കണക്ട് ചെയ്യാണ്. ഫാമിലി ട്രീ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് വെറുതെ ഒന്ന് ചുമ്മാ ഒരു ചെറിയൊരു ഫാമിലി ട്രീ ഒന്ന് ഉണ്ടാക്കി നോക്കാം. നമുക്ക് ജസ്റ്റ് ഒരു ഫാമിലി ട്രീ ഉണ്ടാക്കി നോക്കാം. ക്വസ്റ്റ്യൻ ഇങ്ങനെയാണെന്ന് വിചാരിക്കുക. എയുടെ ഫാദർ ആണ് ബി, ബിയുടെ സിസ്റ്റർ ആണ് സി, സിയുടെ മകളാണ് ഡി. അങ്ങനെയാണെങ്കിൽ എയുടെയും ഡിയുടെയും റിലേഷൻഷിപ്പ് എന്താണ്? ഇതാണ് ക്വസ്റ്റ്യൻ എന്ന് വിചാരിക്കുക കേട്ടോ. നമുക്ക് ആദ്യം തന്നിരിക്കുന്നതിൽ നമ്മൾ എത്ര ജനറേഷൻസ് ഉണ്ടെന്ന് നോക്കുകയാണ്. അപ്പം എയുടെ ഫാദറിനെ പറ്റിയിട്ടും ഫാദറിന്റെ സിസ്റ്ററിനെ പറ്റിയിട്ടാണ് പറയാനുള്ളൂ, അതിനേക്കാളും മുകളിലേക്ക് പോകുന്നില്ല. അപ്പൊ 2 ജനറേഷൻസ് ഉള്ളൂ. എയും ഉണ്ട്, എയുടെ ജനറേഷൻ ഉണ്ട്, എയുടെ ഫാദറിന്റെ ജനറേഷൻ ഉണ്ട്. അപ്പൊ 2 ജനറേഷൻ ഉണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലായി. ഇനി ജസ്റ്റ് ഒന്ന് എഴുതി നോക്കുകയാണ്. എയുടെ ഫാദർ ആണ് ബി അല്ലെ? എയുടെ ഫാദർ ആണ് ബി, ബിയുടെ സിസ്റ്റർ ആണ് സി, സിയുടെ മകനാണ് ഡി എങ്കിൽ ഡിയും എയും തമ്മിലുള്ള റിലേഷൻ കസിൻ ആയിരിക്കും അല്ലെ? എളുപ്പമാണ്. എയുടെ ഫാദർ ബി ആണ്, ബിയുടെ സിസ്റ്റർ എന്ന് പറയുന്നത് നിങ്ങളുടെ ആന്റി ആണ്, ആന്റിയുടെ മകൻ എന്ന് പറയുന്നത് നിങ്ങളുടെ കസിൻ ആണ്. ഇങ്ങനെയാണ് നമ്മൾ ജനറേഷൻസ് ഒന്ന് എഴുതി നോക്കുക. ഇപ്പൊ 3 ജനറേഷൻ ഉണ്ടെങ്കിൽ ഇതുപോലെ തന്നെ എയുടെ ഫാദറിന്റെ ബി ആയിട്ടുള്ള ആളുടെ മദറിന്റെ ഡോട്ടറിന്റെ ഡോട്ടറാണ് സി, സിയുടെ മകനാണ് ഡി. അപ്പൊ എയും ഡിയും തമ്മിലുള്ള റിലേഷൻ. അപ്പൊ നമുക്ക് 3 ലെവൽസ് ഓഫ്
ജനറേഷൻസ് കിട്ടി. അപ്പൊ ഇങ്ങനെ ജനറേഷൻസ് ഐഡന്റിഫൈ ചെയ്യുന്നത് വഴി നമുക്ക് എളുപ്പത്തിൽ ഇങ്ങനെ ഒരു ഫാമിലി ട്രീ ഉണ്ടാക്കാൻ പറ്റും. അതാണ് ഇതിന്റെ ഏറ്റവും വലിയൊരു ബെനിഫിറ്റ് എന്ന് പറയുന്നത്, ഈ ഒരു ഫാമിലി ട്രീ ഉണ്ടാക്കി വെക്കുന്നത്. ഇനി ഈ ഫാമിലി ട്രീ ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അത് ഞാൻ നേരത്തെ ഓൾറെഡി തന്നെ നിങ്ങളോട് സൂചിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ ജസ്റ്റ് അതൊന്ന് വീണ്ടും ഒന്ന് റിമൈൻഡ് ചെയ്യാണ്. നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിൽ ഇപ്പൊ പറഞ്ഞ അതേ ക്വസ്റ്റ്യൻ ഒന്ന് എടുക്കുകയാണെങ്കിൽ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്: എയുടെ ഫാദർ ആണ് ബി, ബിയുടെ മദറിന്റെ ഡോട്ടർ ആണ് സി, സിയുടെ മകനാണ് ഡി. അങ്ങനെയാണെങ്കിൽ ഡിയും പിന്നെ ബിയും തമ്മിലുള്ള റിലേഷൻ ചോദിക്കുകയാണ്. ഓക്കെ, ഇതാണ് ക്വസ്റ്റ്യൻ. അപ്പം ജസ്റ്റ് ഒന്ന് എഴുതി നോക്കുകയാണ്. എ ആണ് നമ്മളുടെ യങ്ങസ്റ്റ് ജനറേഷൻ. അപ്പൊ നിങ്ങൾ എ ആണെന്ന് വിചാരിക്കുക. എയുടെ ഫാദർ ആണ് ബി എന്ന് പറഞ്ഞിട്ടുണ്ട്. എയുടെ ഫാദർ ആണ് ബി. ബിയുടെ മദർ ആണ് പിന്നെ പറഞ്ഞിട്ടുള്ള ഒരാള്, ബിയുടെ മദർ. ഓക്കെ, പിന്നെ പറയുന്നുണ്ട് ബിയുടെ മദറിന്റെ ഡോട്ടർ ആണ് സി എന്ന് പറഞ്ഞിട്ടുണ്ട്. ഒബ്വിയസ്ലി ബിയും സിയും എന്താണ്, സിബ്ലിങ്സ് ആയിരിക്കും. ഇനി സിയുടെ മകനാണ് ഡി എന്നും പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ആദ്യം തന്നെ നമുക്ക് എയുടെ ജെൻഡർ നോക്കാം. എയുടെ ജെൻഡർ പറഞ്ഞിട്ടില്ല, പക്ഷെ ബി ഫാദർ ആണ്, അതുകൊണ്ട് മെയിലാണ്. ഇത് ഫീമെയിൽ ആണ്. പിന്നെ ഇവിടെ സി സിസ്റ്റർ ഫീമെയിൽ ആണ്. അതുപോലെ തന്നെ ഡി സണ്ണാണെന്നാ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഡി ആരാണ്, മെയിലാണ്. ഓക്കെ, അങ്ങനെ ഇങ്ങനെയൊരു ഫാമിലി ട്രീ വരച്ചിട്ട് നിങ്ങളോട് ചോദിക്കുകയാണ് ബിയുടെ ആരാണ് ഡി എന്നാ ചോദിക്കുന്നത്. ഓക്കെ, അതാണ് ക്വസ്റ്റ്യൻ എന്ന് വിചാരിക്കുക. ബിയുടെ ആരാണ് ഡി. അപ്പം ആൻസർ എന്തായിരിക്കും? ഇവിടെ മെയിൽ ചൈൽഡ് അല്ലേ, ഇത് അങ്കിൾ, ഈ കുട്ടിയുടെ അങ്കിൾ അല്ലേ ബി എന്ന് പറഞ്ഞാൽ. അതായത് അവരുടെ അമ്മയുടെ ആങ്ങള എന്ന് പറഞ്ഞാൽ ഡിയുടെ അങ്കിളാണ്, മെറ്റേണൽ അങ്കിളാണ്. മെറ്റേണൽ അങ്കിൾ അല്ലെങ്കിൽ പറ്റേണൽ അങ്കിളിന് ഈ ബ്രദറിന്റെയോ സിസ്റ്ററിന്റെയോ കുട്ടി എന്ന് പറയുന്നത് ആരായിരിക്കും? അവരുടെ മെയിലാണെങ്കിൽ അവരുടെ നെവ്യൂ ആയിരിക്കും. ഇതായിരിക്കും ആൻസർ. ഓക്കെ, ഇതാണ് നമ്മളുടെ ജെൻഡർ മെൻഷൻ ചെയ്യുന്നത്. ഇനി മറ്റൊരു കാര്യം നിങ്ങൾ ഓർത്തിരിക്കുക. അതായത് ഇപ്പം ഫാദർ മദർ എന്നൊക്കെ പറയുന്ന റിലേഷൻഷിപ്സ് ഉണ്ടാവും. അപ്പം വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് നോക്കാം. അതായത് ഫാദർ മദർ, ഫാദറിന്റെ സിസ്റ്ററും കൂടി ഉണ്ട് വിചാരിക്കുക, സിസ്റ്ററിന്റെ മകൻ ഉണ്ട് എന്ന് വിചാരിക്കുക, കസിന്റെ വൈഫ് ഉണ്ടെന്ന് വിചാരിക്കുക. ഓക്കെ, ഇങ്ങനത്തെ ഒരു റിലേഷൻഷിപ്പാണ് തന്നിരിക്കുന്നതെന്ന് നോക്കാം. അപ്പൊ ഇങ്ങനെ ഒരു ഫാമിലി ട്രീ വരയ്ക്കുമ്പോൾ നിങ്ങൾ എളുപ്പത്തിൽ തന്നെ ഫാദറും മദറും കല്യാണം കഴിച്ചതാണ് അല്ലെ, മാരീഡ് ആണ്, അതുകൊണ്ട് എന്താണ് അവിടെ പ്ലസ് എന്ന് ഇട്ടു. അപ്പം അതുപോലെ തന്നെ സിസ്റ്റർ, ഫാദറിന്റെ സിസ്റ്ററും ഫാദറും തമ്മിലുള്ള റിലേഷൻ എന്തായിരിക്കും? സിബ്ലിംഗ് ആയിരിക്കും. അപ്പൊ ഇങ്ങനെ ഒരു സിമ്പിൾ ഇടുക, അല്ലെങ്കിൽ ഒരു ഹൈഫൺ ചുമ്മാ ഇടുക. അതുപോലെ തന്നെ കസിന്റെ വൈഫും പറയുമ്പോൾ കസിൻ ഇവിടെ പ്ലസ്സോ ക്രോസോ എന്താ ഇടുക. അപ്പൊ ഇങ്ങനെ ഒരു റിലേഷൻഷിപ്പിൽ നമ്മളൊരു ഫാമിലി ട്രീ വരയ്ക്കുമ്പോൾ ഇങ്ങനത്തെ സിമ്പിൾസ് ഒക്കെ ഇടുകയാണെങ്കിൽ പെട്ടെന്ന് ഇവർ തമ്മിലുള്ള റിലേഷൻ മനസ്സിലാവും. നിങ്ങൾക്ക് ആ ഒരു ഫാമിലി ട്രീ പെട്ടെന്ന് അനലൈസ് ചെയ്യാൻ പറ്റും. ഇത് മറ്റൊരു ട്രിക്കാണ്. അപ്പൊ ഇങ്ങനെ സിമ്പിൾസ് ശ്രദ്ധിക്കുക, അതുപോലെ തന്നെ നിങ്ങൾ ജെൻഡറും കൂടി ശ്രദ്ധിക്കുക. ഇനി വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മറ്റൊരു കാര്യം കൂടി ഉണ്ട്. ഇപ്പൊ ജെൻഡർ നമ്മൾ എഴുതുന്ന സമയത്ത് ചില സമയത്ത് നമുക്ക് ക്വസ്റ്റ്യൻസ് രാജു എന്നും രാധ എന്നൊക്കെ തരുന്നുണ്ടാവുക. അങ്ങനെ ഉള്ള സമയത്ത് ഇപ്പൊ നിങ്ങൾക്ക് ജെൻഡർ അറിയില്ല എന്നുണ്ടെങ്കിൽ, ഫോർ എക്സാമ്പിൾ കിരൺ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പേരാണ് തരുന്നത്. നമ്മളുടെ നാട്ടിൽ കേരളത്തിലാണെങ്കിൽ കിരൺ എന്ന് പറഞ്ഞാൽ ബോയ് അല്ലെങ്കിൽ മെയിൽ ആയിരിക്കും. പക്ഷേ ഒരു ഔട്ട്സൈഡ് കേരളം നോക്കുകയാണെങ്കിൽ കിരൺ റാവു എന്നൊക്കെ കേട്ടിട്ടില്ലേ, അവര് ഫീമെയിൽ ആണ്. അപ്പൊ എന്താണ് അങ്ങനത്തെ പേരുകൾ വരികയാണെങ്കിൽ, അതായത് നിങ്ങൾക്ക് ജെൻഡർ കൺഫ്യൂസിങ് ആയിട്ടുള്ള പേരുകൾ വരികയാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും നിങ്ങൾ ജെൻഡർ അസ്യൂം ചെയ്ത് എഴുതരുത്. പലപ്പോഴും അവിടെ ജെൻഡറിന്റെ ആവശ്യം വരാറില്ല, അതുകൊണ്ടായിരിക്കും പേര് പറയുന്നത്. ഓക്കെ, അപ്പം ചുമ്മാ അസ്യൂം ചെയ്ത് ജെൻഡർ എഴുതാൻ നിൽക്കണ്ട. ക്ലിയർ ആയിട്ട് നമ്മളുടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ജെൻഡർ മെൻഷൻ ചെയ്താൽ മതി. അപ്പൊ ഇതാണ് നമ്മളുടെ ബ്ലഡ് റിലേഷൻസിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞത്. ഇനി നമ്മൾക്ക് ഇതിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് ഒന്ന് സോൾവ് ചെയ്ത് നോക്കാം. ഓക്കെ, ആദ്യത്തെ ക്വസ്റ്റ്യൻ എങ്ങനെയാണ്? എ ഈസ് ദ ഫാദർ ഓഫ് സി ആൻഡ് ഡി ഈസ് ദ സൺ ഓഫ് ബി. ഇ ഈസ് ദ ബ്രദർ ഓഫ് എ. ഇഫ് സി ഈസ് ദ സിസ്റ്റർ ഓഫ് ഡി, ദെൻ ഹൗ ഇസ് ബി റിലേറ്റഡ് ടു ഇ? ഇങ്ങനെ ഒരു ചോദ്യമാണ് വന്നിരിക്കുന്നത്. ഇതിൽ നമ്മൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വരുമ്പോൾ ഒന്ന് ഓർക്കാം, പെട്ടെന്ന് തന്നെ നമുക്കൊന്ന് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്യുന്നൊരു ട്രിക്കാണ്. ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ അതിൽ റിപ്പീറ്റഡ് ആയിട്ട് ആരെങ്കിലും വരുന്നുണ്ടോ എന്ന് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കും. ഇവിടെ ചോദ്യം ചോദിച്ചിരിക്കുന്നതിൽ ആരൊക്കെ ഉണ്ടെന്ന് നോക്കാം. എ ഉണ്ട് അല്ലെ, എ ഉണ്ട്,
പിന്നെ വരുന്നത് സി ആണ്, ഡി ഉണ്ട്, ബി ഉണ്ട്, അഗെയിൻ എ വരുന്നുണ്ട്, പിന്നെ സി വരുന്നുണ്ട് റിപ്പീറ്റഡ് ആയിട്ട്, ഡിയും വരുന്നുണ്ട്. പിന്നെ ചോദിച്ചു കാണുന്നത് ബിയും ഇയും തമ്മിലുള്ള റിലേഷനാണ്. ഓക്കെ, അപ്പൊ ഈ ക്വസ്റ്റ്യനിൽ നമ്മൾ എത്ര ജനറേഷൻ ഉണ്ടെന്നാണ് ആദ്യം നോക്കുന്നത്. ഒരു ഫാദറിനെ പറ്റി പറയുന്നുണ്ട്, സണ്ണിനെ പറ്റി പറയുന്നുണ്ട്, ബ്രദർ ഉണ്ട്, സിസ്റ്റർ ഉണ്ട്. അപ്പൊ നമുക്ക് മനസ്സിലായി നമ്മളുടെ ഒരു ബേസിക് ഫാമിലി ട്രീ വരയ്ക്കുന്നതിൽ താഴത്തെ 2 ജനറേഷൻസ് മാത്രമാണ് ഇവിടെ മെൻഷൻ ചെയ്തിട്ടുള്ളൂ, സണ്ണ്, ബ്രദർ, സിസ്റ്റർ. അപ്പം ഫാദർ. ഓക്കെ, അപ്പൊ 2 ജനറേഷനിലുള്ള ആൾക്കാരാണ് വരുന്നത്. അതിൽ യങ്ങർ ജനറേഷനിൽ വരുന്ന ആരാന്ന് ജസ്റ്റ് നോക്കാം. സി വരുന്നുണ്ട് അല്ലെ, എ ഈസ് ദ ഫാദർ ഓഫ് സി എന്ന് പറയുന്നുണ്ട്. ആൻഡ് സി ഇവിടെ റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ഒരാളാണ്. അപ്പൊ സീനെ വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് 2-3 റിലേഷൻസ് ഈ ഒരൊറ്റ ഇതിൽ തന്നെ കിട്ടും. ജസ്റ്റ് ഒന്ന് നോക്കാണ്, എ ഈസ് ദ ഫാദർ ഓഫ് സി എന്നാണ് ആദ്യം പറയുന്നത് അല്ലെ. അപ്പൊ നമ്മൾ ആദ്യം സി ഒന്ന് ജസ്റ്റ് എഴുതി വെച്ചു, സി എഴുതി. ഇനി സിയുടെ ഫാദർ ആണ് എ എന്ന് പറയുന്നുണ്ട്, അതാണ് നമുക്ക് തന്നിരിക്കുന്നതിൽ ആദ്യത്തെ റിലേഷൻ. രണ്ടാമത്തേത് സി ഈസ് ദ സിസ്റ്റർ ഓഫ് ഡി എന്നും കൂടി പറയുന്നുണ്ടല്ലേ. സി ഈസ് ദ സിസ്റ്റർ ഓഫ് ഡി എന്ന് ഓൾറെഡി പറയുന്നുണ്ട്. അപ്പം ഞാൻ അതായത് ഈ റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന റിലേഷൻ ആണ് ഇവിടെ അടുത്ത് എഴുതുന്നത്. അപ്പൊ സിയുടെ ബ്രദർ ആയിരിക്കും മിക്കതും ഡി, പക്ഷെ ജെൻഡർ പറഞ്ഞിട്ടില്ലെങ്കിലും സി എന്ന് പറയുന്നത് ഗേൾ ആണ് നമുക്ക് മനസ്സിലായി. അതായത് ഡിയുടെ സിസ്റ്റർ ആണ് സി എന്ന് പറയുന്നുണ്ട്. സി ഈസ് ദ സിസ്റ്റർ ഓഫ് ഡി എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ നമുക്കറിയാം എ ഫാദർ ആയതുകൊണ്ട് മെയിൽ ആയിരിക്കും. ഇനി നമ്മൾക്ക് ഈ വരുന്ന ക്വസ്റ്റ്യൻസ് എല്ലാം ജെൻഡർ പ്രോപ്പർ ആയിട്ടുള്ള ട്രഡീഷണൽ ജെൻഡേഴ്സ് ആണ് വരുന്നത്. ഇവിടെ നമുക്ക് ജെൻഡർ അതായത് ജെൻഡർ ന്യൂട്രാലിറ്റി വരുന്നില്ല. എന്താ പറയാ, നമ്മൾ ഇപ്പം ഭയങ്കര പ്രോബ്ലമാറ്റിക് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. ഇപ്പം ഇവിടെ ഫാദർ ആണെങ്കിൽ, ഫാദർ മെയിൽ ആണെങ്കിൽ മദർ ഉറപ്പായിട്ടും ഫീമെയിൽ തന്നെ ആവണം എന്ന് നമ്മൾ വിചാരിക്കുക തന്നെ വേണ്ടി വരും. മെയിൽ ഇവിടെ വരികയാണെങ്കിൽ ആള് കല്യാണം കഴിക്കുന്നത് ഉറപ്പായിട്ടും, ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസിൽ കല്യാണം കഴിക്കുന്നത് ഉറപ്പായിട്ടും ഫീമെയിലിനെ ആയിരിക്കും. ഓക്കെ, അപ്പം ആ ഒരു രീതിയിലൊന്ന് കാണുക. ഇത് പ്രോബ്ലമാറ്റിക് ആണ്, ബട്ട് സ്റ്റിൽ ഇങ്ങനെയാണ് നമ്മൾ ഈ ഒരു ജെൻഡർ റിലേഷൻസ് നമ്മൾ ഈ ക്വസ്റ്റ്യൻസിൽ കൺസിഡർ ചെയ്യേണ്ടത്. നമുക്ക് തന്നിരിക്കുന്ന രണ്ടാമത്തെ കാര്യം, സി എന്ന് പറയുന്നത് ഡിയുടെ സിസ്റ്റർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി ഡി എന്ന് പറഞ്ഞാൽ ആരെന്ന് പറഞ്ഞിട്ടുണ്ടോ എന്ന് ജസ്റ്റ് നോക്കുകയാണ്. ഓൾറെഡി മെൻഷൻ ചെയ്തിട്ടുണ്ട്, ഡി ഈസ് ദ സൺ ഓഫ് ബി എന്ന് പറയുന്നുണ്ട് അല്ലെ. അപ്പൊ ഡി എന്ന് പറഞ്ഞാല് ബിയുടെ മകനാണ്. അപ്പൊ സിയും ഡിയും എന്താണ്, സിസ്റ്ററും ബ്രദറും ആണെങ്കിൽ, സൺ എന്ന് പറയുന്നുണ്ട്, അപ്പൊ ഇവിടെ മെയിലായി ബ്രദർ. ഓക്കെ, സിസ്റ്ററും ബ്രദറും ആണെങ്കിൽ എയുടെ ഫാദറിന്റെ വൈഫ് ആയിരിക്കണം ബി അല്ലേ. എന്നാലാണ് നമുക്ക് ഇവിടെ ഡി സിയുടെ സിസ്റ്റർ ബ്രദർ ആയിട്ട് വരുള്ളൂ. സിയുടെ ബ്രദർ ഡി ആവണം എന്നുണ്ടെങ്കിൽ സിയുടെ ഫാദറിന്റെ വൈഫ് ആയിരിക്കണം നമ്മളുടെ ക്വസ്റ്റ്യനിലുള്ള ബി. ഇനി അടുത്തത് നോക്കാം, ഇ ഈസ് ദ ബ്രദർ ഓഫ് എ എന്ന് പറയുന്നുണ്ട്. അപ്പൊ എയുടെ ബ്രദറിനെ പറ്റിയിട്ട് പറയുന്നുണ്ട് ഇ. അപ്പൊ ഇ മെയിലാണ്, കാര്യം ബ്രദറാണ്. ഇനി ആരെങ്കിലും ഇത് പറ്റി പറഞ്ഞിട്ടുണ്ടോ എന്ന് നോക്കാം. ഇല്ല അല്ലെ. എനെ പറ്റി പറഞ്ഞു, എ ഈസ് ദ ഫാദർ ഓഫ് സി എന്ന് പറഞ്ഞു, ഡി ഈസ് ദ സൺ ഓഫ് ബി എന്ന് പറഞ്ഞു, ഇ ഈസ് ദ ബ്രദർ ഓഫ് എ എന്ന് പറഞ്ഞു, സി ഈസ് ദ സിസ്റ്റർ ഓഫ് ഡി എന്ന് പറഞ്ഞു. അപ്പൊ ഇങ്ങനെയാണ് നമ്മുടെ ഫാമിലി ട്രീ വന്നിരിക്കുന്നത്. ഇനി ചോദ്യം എന്താണ്, ഹൗ ഇസ് ബി റിലേറ്റഡ് ടു ഇ ആണ് അല്ലെ. ഹൗ ഇസ് ബി റിലേറ്റഡ് ടു ഇ. ബി റിലേറ്റഡ് ടു ഇ, അതായത് ഇക്ക് ബി ആരാണ്, അല്ലാണ്ട് ബിയുടെ ആരാണ് ഇ എന്നല്ല. ഹൗ ഇസ് ബി റിലേറ്റഡ് ടു ഇ. ഇക്ക് ബി ആരാണ്, അല്ലെങ്കിൽ ഇയുടെ ആരാണ് ബി. ഇങ്ങനെയാണ് ചോദ്യം നിങ്ങൾ അനലൈസ് ചെയ്യേണ്ടത്, തിരിച്ച് ചിന്തിക്കരുത്. ഹൗ ഇസ് ബി റിലേറ്റഡ് ടു ഇ എന്ന് ചോദിച്ചാൽ ഇയുടെ ആരാണ് ബി. ഓക്കെ, അപ്പം ആൻസർ എന്തായിരിക്കും, ഇവിടെ ഫീമെയിൽ അല്ലേ, സിസ്റ്റർ ഇൻ ലോ ആയിരിക്കും. ഇതാണ് ആൻസർ. അതായത് എയുടെ ഭാര്യയാണ് ബി, എയുടെ ബ്രദർ ആണ് ഇ, ഇയുടെ സിസ്റ്റർ ഇൻ ലോ ആയിരിക്കും ബി. ഇതാണ് നമ്മളുടെ ആൻസർ. ഇങ്ങനെയാണ് നമ്മൾ ക്വസ്റ്റ്യൻസ് അനലൈസ് ചെയ്യുന്നത്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇ ഈസ് ദ സൺ ഓഫ് എ, ഡി ഈസ് ദ സൺ ഓഫ് ബി, ഇ ഈസ് മാരീഡ് ടു സി, സി ഈസ് ദ ഡോട്ടർ ഓഫ് ബി, ദെൻ ഹൗ ഇസ് ഡി റിലേറ്റഡ് ടു ഇ. ജസ്റ്റ് ഒന്ന് ഞാൻ നോട്ട് ചെയ്ത് വെക്കുകയാണ്. അതായത് ക്വസ്റ്റ്യനിൽ ഏതൊക്കെ ആളുകളെ പറ്റിയിട്ടാണ് പറയുന്നതെന്ന് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുകയാണ്. ഇനെ പറ്റി പറയുന്നുണ്ട്, എനെ പറ്റി പറയുന്നുണ്ട്, ഡി ഉണ്ട്, ബി ഉണ്ട്, അഗെയിൻ ഇ ഉണ്ട്, ഈസ് മാരീഡ് ടു സി എന്ന് പറയുന്നുണ്ട്, പിന്നെ സി ഈസ് ദ ഡോട്ടർ ഓഫ് ബി എന്ന് പറയുന്നുണ്ട്. അപ്പം ഈ ഇതൊക്കെയാണ് നമുക്ക് റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ആളുകൾ.
എന്നാലും നമ്മൾ അതിലെ ജനറേഷൻസ് ഏതൊക്കെയാന്ന് നോക്കാം. സൺ പറയുന്നുണ്ട്, പിന്നെ ഡോട്ടർ പറയുന്നുണ്ട്, പിന്നെ ഈസ് ദ സൺ എന്ന് പറയുമ്പോൾ ഒബ്വിയസ്ലി ഫാദർ എന്ന് പറയുന്ന ഒരു റിലേഷനും വരുന്നുണ്ട്. അപ്പൊ ഈ പറയുന്ന ക്വസ്റ്റ്യനിലും 2 ജനറേഷൻസിനെ പറ്റിയിട്ടേ പറയുന്നുള്ളൂ. ഈസ് ദ സൺ ഓഫ് എ എന്ന് പറയുമ്പോൾ അവിടെ ഒരു സണ്ണും ഒരു ഫാദറും ഉണ്ട്. ഡി ഈസ് ദ സൺ ഓഫ് ബി എന്ന് പറയുന്നുണ്ട്, അവിടെ ഫാദർ ആണോ മദർ ആണോ എന്ന് അറിയില്ല കേട്ടോ. ഈസ് ദ സൺ ഓഫ് എ എന്ന് പറയുമ്പോൾ എ ഫാദറും ആവാം മദറും ആവാം. അപ്പം എന്തായാലും 2nd ജനറേഷനിലുള്ള ആളെ പറ്റി പറയുന്നുണ്ട്, 3rd ജനറേഷനിലുള്ള ആളുകളെ പറ്റിയിട്ടും പറയുന്നുണ്ട്. നമുക്ക് ജസ്റ്റ് നോക്കാം. നമ്മൾ ക്വസ്റ്റ്യനിൽ പറയുന്നത് ജസ്റ്റ് ഒന്ന് എഴുതി നോക്കാണ്. ഇ എന്ന് പറയുന്നത് ഈസ് ദ സൺ ഓഫ് എ ആണ്. അപ്പൊ ഇ ആരാണ്? മെയിൽ ആണെന്ന് ഓൾറെഡി മനസ്സിലായി. ഇനി ഡി ഈസ് ദ സൺ ഓഫ് ബി എന്ന് പറയുന്നുണ്ട്, നമുക്ക് ഇവിടെ റിലേറ്റ് ചെയ്യാൻ പറ്റില്ല, പക്ഷെ ഇ റിപ്പീറ്റഡ് ആയിട്ട് വരുന്നുണ്ട്. ഇ ഈസ് മാരീഡ് ടു സി എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഇയുടെ വൈഫ് ഉണ്ട്, അത് സി ആണ്. ഓക്കെ, സി ഒരു വൈഫ് ആയതുകൊണ്ട് ഫീമെയിൽ ആയിരിക്കും. ഇനി സീനെ റിലേറ്റ് ചെയ്ത് വേറെ എണ്ണം വരുന്നുണ്ട്. സി ഈസ് ദ ഡോട്ടർ ഓഫ് ബി എന്ന് പറയുന്നുണ്ട് അല്ലെ. സി എന്ന് പറയുന്ന ആള് ബി എന്ന് പറയുന്ന ആളുടെ ഡോട്ടറാണ്. ഓക്കെ, ഇനി ഡി ഈസ് ദ സൺ ഓഫ് ബി എന്നും പറയുന്നുണ്ട് അല്ലെ. ഡി ഈസ് ദ സൺ ഓഫ് ബി. ബിക്ക് മറ്റൊരു മകനുണ്ട്. ഈ സി എന്ന് പറയുന്ന മകളെ കൂടാതെ ഡി എന്ന് പറയുന്ന ഒരു മകനുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് പറയുന്നത്. ഇ ഈസ് ദ സൺ ഓഫ് എ, D is the son of B, E is married to C and C is the daughter of B. ഇനി ചോദ്യം എന്താണ്? How is B related to E? ഇയുടെ ആരാണ് ഡി? ഇവിടെ ഇനി കൺഫ്യൂഷൻ, ജെൻഡറിന്റെ കൺഫ്യൂഷൻ ഒന്നുമില്ല, കാര്യം ഇതും മെയിലാണ് ഇതും മെയിലാണ്. അപ്പം ഇങ്ങനെ വൈഫിന്റെ ബ്രദർ അല്ലെങ്കിൽ സിസ്റ്ററിന്റെ എന്താണ് ഹസ്ബൻഡ് എന്ന് പറഞ്ഞാൽ ആരായിരിക്കും? ബ്രദർ ഇൻ ലോ ആയിരിക്കും. അപ്പൊ ആൻസർ brother in law. ഇതാണ് ആൻസർ. If B is the only child of C's grandfather's only daughter, then how is C's father related to B? ഇതാണ് ചോദ്യം. If B is the only child of C's grandfather, അപ്പൊ ആരൊക്കെയുണ്ട്? ഒരു ഗ്രാൻഡ് ചൈൽഡ് ഉണ്ട്, ഒരു മദർ അല്ലെങ്കിൽ ഫാദർ ഉണ്ട്, ഡോട്ടർ എന്നാ പറയുന്നത്. അപ്പൊ ഒബ്വിയസ്ലി അവിടെ ഒരു മദർ ആയിരിക്കും, പിന്നെ മദറിന്റെ ഫാദർ, അതായത് നമ്മുടെ ഗ്രാൻഡ് ഫാദറും ഉണ്ട്. അപ്പൊ 3 ജനറേഷൻസിനെ പറ്റി ഓൾറെഡി പറയുന്നുണ്ട്. പിന്നെ ഇവിടെ ബിയും സിയും മാത്രമേ പറയുന്നുള്ളൂ, അതുകൊണ്ട് നമുക്ക് സെപ്പറേറ്റ്ലി എടുത്ത് എഴുതാൻ ആരും ഇല്ല. നമുക്ക് ജസ്റ്റ് ആ ഒരു റിലേഷൻ ഒന്ന് സോർട്ട് ചെയ്തൊന്ന് ബ്രേക്ക് ഡൗൺ ചെയ്ത് എഴുതി നോക്കാം. ഓക്കെ, ഫസ്റ്റ് പറയുന്നത് ബി ഈസ് ദ ഓൺലി ചൈൽഡ് എന്ന് പറയുന്നുണ്ട് അല്ലെ. അപ്പൊ ബിയിൽ നിന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓൺലി ചൈൽഡ് എന്നാ പറയുന്നുള്ളൂ, നമുക്ക് അവിടെ ജെൻഡർ അറിയില്ല. അപ്പൊ ബി ഈസ് ദ ഓൺലി ചൈൽഡ് ഓഫ് സീസ് ഗ്രാൻഡ്ഫാദേഴ്സ് ഓൺലി ഡോട്ടർ. അപ്പം എന്താണ്? സി എന്ന് പറയുന്ന ഒരാൾ ഇവിടെ ഉണ്ട്. സിയുടെ ഗ്രാൻഡ്ഫാദറിന്റെ ഒരേ ഒരു മകൾ, അവരുടെ ഒരേ ഒരു കുട്ടിയാണ് ബി. ഇതാണ് നമ്മൾക്ക് തന്നിരിക്കുന്ന റിലേഷൻ അല്ലേ. ബി ഈസ് ദ ഓൺലി ചൈൽഡ് ഓഫ് സീസ് ഗ്രാൻഡ്ഫാദേഴ്സ് ഓൺലി ഡോട്ടർ. ഇതാണ് ചോദ്യം. ക്വസ്റ്റ്യൻ എന്താണ്? ഹൗ ഈസ് സീസ് ഫാദർ? അപ്പൊ സിക്ക് ഒരു ഫാദർ ഉണ്ട് അല്ലെ. ഹൗ ഈസ് സീസ് ഫാദർ റിലേറ്റഡ് ടു ബി? സിയുടെ ഫാദറും ബിയും തമ്മിലുള്ള റിലേഷൻ ആണ് ചോദിക്കുന്നത്. നമുക്ക് ഈ ഒരു ചോദ്യത്തിൽ നിങ്ങൾക്കൊരു സംശയം തോന്നും, അതായത് ഓൺലി ഡോട്ടർ എന്നല്ലേ പറഞ്ഞിരിക്കുന്നത്, പിന്നെ എങ്ങനെയാണ് സിയുടെ ഗ്രാൻഡ് ഫാദറും ബിയുടെ ഗ്രാൻഡ് ഫാദറും ഒരാളാവുക? അപ്പൊ നിങ്ങൾക്കൊരു സംശയം തോന്നും, ഓക്കെ അങ്ങനെയാണെങ്കിൽ ബിയും സിയും സിബ്ലിങ്സ് ആയിരിക്കും എന്നൊരു തോന്നൽ ആദ്യം വരും. പക്ഷെ തെറ്റാണ്. കാര്യം ഇവിടെ പറയുന്നുണ്ട് ഗ്രാൻഡ് ഫാദറിന്റെ ഒരേ ഒരു മകളുടെ ഒരേ ഒരു ചൈൽഡാണ് ബി. അപ്പൊ ബിക്ക് അവിടെ സിബ്ലിങ്സ് ഇല്ല. പിന്നെ എങ്ങനെയാണ് ഈ സിയുടെ ഗ്രാൻഡ് ഫാദറും ബിയുടെ ഗ്രാൻഡ് ഫാദറും ഒരാളാവുക? അപ്പോഴാണ് നമുക്ക് അവിടുത്തെ ട്രിക്ക് മനസ്സിലായത്. എന്താണ് ചോദ്യത്തിൽ പറയുന്നത്? സിയുടെ ഗ്രാൻഡ് ഫാദറിന് ഒരു മകളേ ഉള്ളൂ എന്നാ പറയുന്നുള്ളൂ, അല്ലാണ്ട് ഒരൊറ്റ കുട്ടി എന്നല്ല അവിടെ പറയുന്നത്. ഇവിടെ സിയുടെ ഗ്രാൻഡ് ഫാദറിന് ചിലപ്പോൾ ഒരു ആൺകുട്ടി കൂടി ഉണ്ടാവാം, അല്ലെങ്കിൽ ഒത്തിരി ആൺമക്കളുണ്ടാവും. ചിലപ്പോൾ ഒരു 6 ആൺമക്കളും ഒരു മകളും ആയിരിക്കാം ഉണ്ടാവുക. അപ്പോൾ ആകെയുള്ളൊരു മകളുടെ ഒരേ ഒരു കുട്ടിയാണ് ബി. അപ്പം ഈ സി എന്ന് പറയുന്നത് ഗ്രാൻഡ് ഫാദറിന്റെ മറ്റൊരു മകന്റെ കുട്ടിയായിരിക്കാം. അപ്പൊ നമ്മൾ നോക്കുമ്പോൾ ഈ ബിയും സിയും ആക്ച്വലി കസിൻസ് ആണ്. ഓക്കെ, അപ്പം ചോദ്യം ഇങ്ങനെയാണ്, ഹൗ ഇസ് സീസ് ഫാദർ റിലേറ്റഡ് ടു ബി ആണ്.
അപ്പൊ ഹൗ ഇസ് ഫാദർ റിലേറ്റഡ് ടു ബി എന്നാണ് ചോദിക്കുന്നത് അല്ലെ. സി ഈസ് ഫാദർ റിലേറ്റഡ് ടു ബി എന്നാണ് ചോദ്യം. അതായത് ബിയുടെ ആരാണ് ഇദ്ദേഹം? അമ്മയുടെ ആങ്ങളെയാണ്, മാറ്റേണൽ അങ്കിളാണ്. ഓക്കെ, ഇതാണ് ആൻസർ, മാറ്റേണൽ അങ്കിൾ. ഇവിടെ ഈ ഒരു ട്രിക്ക് നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ നിങ്ങൾ അവിടെ സ്റ്റക്കായി പോകും. കാര്യം പറയുന്നുണ്ട് ഗ്രാൻഡ് ഫാദറിന് ഒരേ ഒരു മകളുള്ളൂ, പക്ഷെ അത് ഒരേ ഒരു കുട്ടിയെന്ന് വിചാരിക്കരുത്, പകരം ഒരേ ഒരു മകളേ ഉള്ളൂ, അവിടെ ആൺമക്കൾ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പൊ ഇതാണ് ഈ ഒരു ക്വസ്റ്റ്യന്റെ ആൻസർ, മാറ്റേണൽ അങ്കിൾ. നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. അല്ല ഇങ്ങനെയാ പറയുന്നത്, പോയിന്റിംഗ് ടു എ ഫോട്ടോഗ്രാഫ് രാജു സെഡ് ഹെർ മദേഴ്സ് ബ്രദർ ഈസ് മൈ ഫാദേഴ്സ് ഓൺലി സൺ. Her mother's brother is my father's only son. How is Raju related to the girl in the photograph? ഇവിടെ നമുക്ക് 3 ജനറേഷൻസ് പറയുന്നുണ്ട് അല്ലെ. ഒരു പെൺകുട്ടീനെ നോക്കിയിട്ട് പറയുന്നുണ്ട്, ആ കുട്ടിയുടെ അമ്മയുടെ ആങ്ങള എന്താണ്, രാജുവിന്റെ അച്ഛന്റെ ഒരേ ഒരു മകനാണെന്ന് പറയുന്നുണ്ട്. അപ്പൊ 3 ആൾക്കാരുടെ കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പൊ നമുക്ക് പക്ഷെ ഇവിടെ തന്നിരിക്കുന്നത് ആകെ 2 പേരേ ഉള്ളൂ അല്ലെ. ഒന്ന് രാജു ആണ്, പിന്നെ ഉള്ളത് ഒരു ഫോട്ടോയിൽ ഒരു പെൺകുട്ടിയാണ്. അപ്പൊ എന്താണ്, രാജു ഈ കുട്ടീനെ നോക്കിയിട്ടാണ് പറയുന്നത് എന്ത്, ഗേൾ. ഞാൻ ജസ്റ്റ് ഇവിടെ എഴുതാണേ. ഈ ഗേളിന്റെ മദർ എന്ന് പറയുന്നുണ്ടല്ലേ, മദർ. ഈ ഗേളിന്റെ മദറിന്റെ ബ്രദർ, രാജുവിന്റെ അച്ഛൻ, ഫാദർ ഒരാളുണ്ട്, ഓക്കെ, ആളുടെ ഒരേ ഒരു മകനാണ്, ഒരേ ഒരു മകനാണ്. ഗേളിന്റെ അമ്മയുടെ ആങ്ങള രാജുവിന്റെ അച്ഛന്റെ ഒരേ ഒരു മകനാണ്. അപ്പൊ രാജു എന്നുള്ള പേര് ഇച്ചിരി എന്താണ്, മെയിൽ തന്നെയായിരിക്കും, മെയിലാണ്. ഇനി രാജുവിന്റെ അച്ഛന് ഒരേ ഒരു മകനുള്ളൂ എന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ആള് രാജു ആയിരിക്കണ്ടേ. അപ്പം ഇത് രാജു ആണ്. ആൻസർ എന്താണ്, ഈ രാജു കാണിക്കുന്ന ഈ പെൺകുട്ടി രാജുവിന്റെ പെങ്ങളുടെ മകളാണ്. ഇനി ചോദ്യം എന്താണ്, ഹൗ ഇസ് ദ ഗേൾ റിലേറ്റഡ് ടു രാജു എന്നല്ലേ. ഇപ്പൊ രാജുവായിട്ട് ഈ കുട്ടിക്കുള്ള ബന്ധം എന്താണ്, കുട്ടിയുടെ അമ്മയുടെ ആങ്ങളെയാണ്, അതായത് കുട്ടിയുടെ മാറ്റേണൽ അങ്കിളാണ്. ഓക്കെ, പോയിന്റിംഗ് ടു എ ഫോട്ടോഗ്രാഫ്, അത് രാജുവിന്റെ പെങ്ങളുടെ മകളാണ്. പറയാണ് പെങ്ങളുടെ ആങ്ങള അച്ഛന്റെ ഒരേ ഒരു മകനാണ്, അതായത് അച്ഛന് ഒരേ ഒരു മകനുള്ളൂ എന്നുണ്ടെങ്കിൽ അത് രാജുവിന്റെ ആയിരിക്കും. ഇതാണ് ആൻസർ. ഇങ്ങനെയാണ് നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻസിനൊക്കെ ആൻസർ ചെയ്യുന്നത്. അപ്പൊ ഞാൻ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യാണ്. ഏത് ക്വസ്റ്റ്യൻ കിട്ടിയാലും നിങ്ങൾ ജസ്റ്റ് ഒന്ന് അതിന്റെ എന്താണ് ജനറേഷൻസ് ഒന്ന് അനലൈസ് ചെയ്യുക, എത്ര പേരുണ്ടെന്ന് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. എന്നിട്ട് ഏറ്റവും താഴെയുള്ള ആള്, അതായത് ഏറ്റവും യങ്ങസ്റ്റ് ആയിട്ടുള്ള ജനറേഷനിൽ നിന്ന് നിങ്ങൾ ഫാമിലി ട്രീ ബിൽഡ് ചെയ്യുക. അങ്ങനെ ബിൽഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് എളുപ്പത്തിൽ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഈ യങ്ങസ്റ്റ് ആയിട്ടുള്ള ആള് നമ്മളാണെന്ന് ജസ്റ്റ് വിചാരിക്കുക, നമ്മളെ തന്നെയുള്ള റിലേഷൻസ് നമ്മൾ ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്ത് പോവുക. അതായത് ഇപ്പം ഫാദർ മദർ എന്നുള്ളിടത്തൊക്കെ നമ്മൾ നമ്മളുടെ പേരൻസിനെ നമ്മളുടെ അങ്കിളിനെ ഒക്കെ ഒന്ന് കണ്ട് നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് ആ റിലേഷൻസ് ഒന്ന് വേഗം കണക്ട് ആയിട്ട് കിട്ടും. പിന്നെ അതുപോലെ തന്നെ ഇങ്ങനത്തെ സിമ്പിൾസ് യൂസ് ചെയ്യാം. സിമ്പിൾസ് യൂസ് ചെയ്യുന്നത് കുറച്ചുകൂടി നമുക്ക് ആ റിലേഷൻ പെട്ടെന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ മെയിൽ എന്ന് പറയുന്ന സാധനം എന്താണ്, ജെൻഡർ നിങ്ങൾ ഒന്ന്, മെയിൽ എന്നല്ല ജെൻഡർ നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. അപ്പം എളുപ്പത്തിൽ നിങ്ങൾക്ക് ആ ഒരു ഫാമിലി ട്രീയിൽ നിന്ന് ഈ ചോദിക്കുന്ന ആൻസറിലേക്ക് എളുപ്പത്തിൽ നിങ്ങൾക്ക് കണക്ട് ചെയ്ത് കിട്ടാൻ എളുപ്പമായിരിക്കും. പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ആ ഒരു ആൻസറിലേക്ക് എത്തിച്ചേരാൻ സാധിക്കും. പിന്നെ ഈ ജെൻഡർ മെൻഷൻ ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടി ആക്യുറേറ്റ് ആയിട്ടുള്ള ആൻസറിലേക്ക് നിങ്ങൾക്ക് എത്തിച്ചേരാൻ സാധിക്കും. അപ്പൊ ഇതാണ് നമ്മളുടെ ബ്ലഡ് റിലേഷൻസ് അല്ലെങ്കിൽ റിലേഷൻഷിപ്സിൽ നിന്ന് വരുന്ന ടൈപ്സ് ഓഫ് ക്വസ്റ്റ്യൻസ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് അല്ലെങ്കിൽ എന്തെങ്കിലും ക്ലാരിഫിക്കേഷൻ വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. അപ്പൊ നമ്മളുടെ ഡൗട്ട്സ് എല്ലാം നമുക്ക് ആ ഗ്രൂപ്പിൽ വെച്ച് ഡിസ്കസ് ചെയ്യാവുന്നതാണ്. പിന്നെ ഈ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് കുറച്ചെടുത്ത് പ്രാക്ടീസ് ചെയ്യുക. ഇപ്പൊ ഈ പറഞ്ഞു തന്നിരിക്കുന്ന രീതിയിൽ തന്നെ ഇനിയും കുറച്ച് പ്രീവിയസ് ക്വസ്റ്റ്യൻസോ അല്ലെങ്കിൽ സാമ്പിൾ ക്വസ്റ്റ്യൻസോ എടുത്തൊന്ന് സോർട്ട് ഔട്ട് ചെയ്തൊന്ന് സോൾവ് ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും, അതായത് കുറച്ചുകൂടി എളുപ്പത്തിൽ നിങ്ങൾക്ക് ഇത് ഈ ഒരു ക്വസ്റ്റ്യൻ അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ടൈം സേവ് ചെയ്യാൻ പറ്റും. കുറച്ചുകൂടി ആക്യുറേറ്റ് ആയിട്ടുള്ള ആൻസറിലേക്ക് എത്തിച്ചേരാനും പറ്റും. അപ്പോൾ നിങ്ങൾ കോൺസ്റ്റന്റ് ആയിട്ട് പ്രാക്ടീസ് ചെയ്യുക. പറഞ്ഞ പോലെ എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഗ്രൂപ്പിൽ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും എല്ലാവരും ടേക്ക് കെയർ ആൻഡ് ബൈ.